Hi everyone, welcome to Statistic Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് GST ൽ പഠിക്കാനുള്ളത് വാല്യൂ സപ്ലൈ എന്ന് പറയുന്ന ഒരു ടേം ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് വാല്യൂ സപ്ലൈ. വാല്യൂ സപ്ലൈ നമ്മൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്നും കൂടി പറയും. Value supply for a transaction means the money or price or consideration that is collected by the seller from the buyer. Seller ബയറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മണി അല്ലെങ്കിൽ പ്രൈസ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈഡ്. അപ്പോൾ ഈ സപ്ലയർ സെല്ലർ സപ്ലൈ ചെയ്തിരിക്കുന്ന ഗുഡ്സ് സർവീസസ് ഇതിനൊക്കെ വേണ്ടി നമ്മൾ ബയറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൈസയാണ് നമ്മൾ വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് പ്രത്യേകം പറയുന്നുണ്ട് where the supplier and the recipient of the supply are not related. സപ്ലയറും റെസിപ്പിയന്റും റിലേറ്റഡ് ആവാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. റിലേറ്റഡ് ആവാൻ പാടില്ലെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് ആയ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ചിലപ്പം വിത്തൗട്ട് കൺസിഡറേഷൻ ആവാം, അല്ലെങ്കിൽ കറക്റ്റ് കൺസിഡറേഷൻ ഒന്നും ആവണമെന്നില്ല. അപ്പോൾ ആ വാല്യൂ അല്ല നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. നോർമലി ആ പ്രോഡക്റ്റിന് എത്രയാണോ പ്രൈസ് വരേണ്ടത് അതിനാണ് നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൂടാതെ വാല്യൂ സപ്ലൈ മേ ഇൻക്ലൂഡ് എക്സ്ട്രാ ചാർജസ് ലൈക്ക് ഷിപ്പിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ആൻഡ് അതർ ആക്ഷൻസ് സച്ച് ആസ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ്. ഷിപ്പിംഗ് വരാം, ഹാൻഡ്ലിംഗ് വരാം, അതേപോലെ തന്നെ രണ്ട് സ്റ്റേറ്റ് തമ്മിൽ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള എന്തൊക്കെ ചാർജസ് വരുന്നുണ്ട് അതൊക്കെ വരാം. ഇൻ ദീസ് കേസസ് ദ വാല്യൂ സപ്ലൈസ് ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓർ ദ എമൗണ്ട് ദ ഗുഡ്സ് ആർ എക്സ്പെക്റ്റഡ് ടു സെൽ ഫോർ. അപ്പം അതിൻ്റെ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഗുഡ്സ് ഏത് പ്രൈസിലാണ് നമ്മൾ സെല് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിലേറ്റഡ് പേഴ്സൺസ് നമ്മൾ പറഞ്ഞു, റിലേറ്റഡ് പേഴ്സൺസ് ആവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പം പാർട്ട്നേഴ്സ് ആവാം, എംപ്ലോയി ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലി ആവാം. ഇതിനൊക്കെ നമ്മൾ റിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് റീസണബിൾ വാല്യൂ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ റിലേറ്റഡ് പേഴ്സൺസ് തമ്മിലെ ട്രാൻസാക്ഷൻ്റെ വാല്യൂ എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വാല്യൂ സപ്ലൈയെ പറ്റി പറയുന്നത്. നമ്മളെ വാല്യൂ സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആവാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എനി ടാക്സ്, ഡ്യൂട്ടി, സെസ്, ഫീ ആൻഡ് ചാർജസ് ലെവീഡ് അണ്ടർ എനി ആക്ട് എക്സെപ്റ്റ് GST. GST അല്ലാത്ത വേറെ എന്തെങ്കിലും അതിൻ്റെ മേലെ ഡ്യൂട്ടീസോ ടാക്സസോ എന്തെങ്കിലും ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വാല്യൂ സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യാം. GST ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതല്ലാതെ ബാക്കിയെല്ലാം GST ഇൻക്ലൂഡ് ചെയ്യാതെ നമുക്കത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. GST compensation cess will be excluded if charged separately by the supplier. ഇപ്പം GST അതേപോലത്തെ GSTയുടെ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം സെസ് ചാർജ് ചെയ്യാം. അപ്പോൾ അതുണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അത് സെപ്പറേറ്റ്ലി നമ്മൾ GST അല്ലാതെ സെപ്പറേറ്റ്ലി ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അല്ലെങ്കിൽ അത് GSTയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് ചാർജ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് GST നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾറെഡി എക്സ്ക്ലൂഡഡ് ആയിക്കോളും. Any amount that the supplier is liable to pay which has been incurred by the recipient and is not included in the price. Any amount the supplier is liable to pay which has been incurred by the recipient. ഇപ്പോൾ റെസിപ്പിയൻറ്റിന് ഇൻകേർഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ സപ്ലയർ പേ ചെയ്യേണ്ടതുമായിട്ടുള്ള എന്തെങ്കിലും പ്രൈസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈസ്. അത് നമ്മൾ ആ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. തേർഡ്, ദ വാല്യൂ വിൽ ഇൻക്ലൂഡ് ഓൾ ഇൻസിഡന്റൽ എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു സെയിൽസ് സച്ച് ആസ് പാക്കിംഗ്, കമ്മീഷൻ എക്സെട്ര. അപ്പം അങ്ങനെ സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. സബ്സിഡീസ് ലിങ്ക് ടു സപ്ലൈ എക്സെപ്റ്റ് ഗവൺമെന്റ് സബ്സിഡീസ് വിൽ ബി ഇൻക്ലൂഡഡ്. ഗവൺമെന്റ് സബ്സിഡി ആണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. അതല്ലാതെ എന്തെങ്കിലും സബ്സിഡീസ് വരുവാണെങ്കിൽ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇൻട്രസ്റ്റ് ഓർ ലേറ്റ് ഫീ ഓർ പെനാൽറ്റി for delayed payment of consideration will be included. അതേപോലെ തന്നെ നമ്മൾ കൺസിഡറേഷൻ പേ ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യപ്പെടുന്നതായ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ അല്ലെങ്കിൽ പെനാൽറ്റി അതൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ സപ്ലൈ. അത് ഓരോ സിറ്റുവേഷൻസിൽ. അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വാല്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് where the consideration is not wholly in money. ഫുള്ളി മണി അല്ലാത്ത കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന പ്രൈസ് അതിൻ്റെ അല്ലേ, ആ പ്രൈസ് എന്ന് പറയുന്നത് ഫുള്ളി മണി അല്ലാതെ വാങ്ങിക്കുന്ന സിറ്റുവേഷൻ ആണ് ഒന്നാമത്തത്. ഇത് റൂൾ നമ്പർ 27 പറഞ്ഞിരിക്കുന്നത്. ഇഫ് സപ്ലൈസ് ആർ മെയ്ഡ് അഗെയിൻസ്റ്റ് ബാർട്ടർ, അപ്പൊ മണി അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സിറ്റുവേഷൻ വരാം, ഒന്നുകിൽ ബാർട്ടർ ചെയ്യാം,
എക്സ്ചേഞ്ച് ചെയ്യാം, ഓർ പാർഷ്യലി ഇൻ മണി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ചില സമയത്ത് പാർഷ്യലി ഇൻ മണിയും ഇപ്പോൾ കുറച്ച് എക്സ്ചേഞ്ചും, പഴയ സാധനം നമ്മൾ ഒരു സാധനം തിരിച്ചു കൊടുക്കുകയാണ്, അതിൻ്റെ കൂടെ കുറച്ച് പൈസയും കൂടി കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങിക്കാം അല്ലേ. ആൻഡ് സർവീസസ്, ദെൻ ദ കൺസിഡറേഷൻ ഈസ് നോട്ട് ഹോൾലി ഇൻ മണി. അപ്പൊ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറേഷൻ നമുക്ക് ഫുള്ളി മണിയിലല്ല വരുന്നത്. ഇൻ ദിസ് കേസ് വാല്യൂ സപ്ലൈ വിൽ ബി, ഈ സിറ്റുവേഷനിൽ വാല്യൂ സപ്ലൈ എന്ന് പറയുന്ന ഒന്നാമത്തെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ സച്ച് സപ്ലൈസ്. ശരിക്കും ആ സപ്ലൈക്ക് നമുക്ക് മാർക്കറ്റിൽ എന്താണ് വില അതാണ് ഒന്നാമത്തെ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു വാഷിംഗ് മെഷീൻ എക്സ്ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു പഴയ വാഷിംഗ് മെഷീൻ നമ്മൾ കൊടുക്കുവാണ്, എന്നിട്ട് അതിൻ്റെ കൂടെ 2000 രൂപയും കൂടി കൊടുത്തിട്ട് നമ്മൾ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുവാണ്. ശരിക്കും നമ്മൾ 2000 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ പുതിയ വാഷിംഗ് മെഷീൻ്റെ ആക്ച്വൽ പ്രൈസ്, അതാണ് അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, അതായിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാം, വാല്യൂ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഇഫ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇസ് നോട്ട് അവൈലബിൾ, അങ്ങനെ ഒരു ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്നാമത് എടുക്കുന്നത് സം ടോട്ടൽ ഓഫ് കൺസിഡറേഷൻ ഇൻ മണി ആൻഡ്, പൈസ നമ്മൾ കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുത്ത എമൗണ്ട് പ്ലസ് എമൗണ്ട് ഇൻ മണി ആസ് ഈസ് ഈക്വലന്റ് ടു ദ കൺസിഡറേഷൻ നോട്ട് ഇൻ മണി ഇഫ് സച്ച് എമൗണ്ട് ഈസ് നോൺ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. അപ്പം നമുക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മണി അല്ലാതെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് മണിയാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതും കൂടി കൂട്ടിയിട്ട്, ഇപ്പം നമ്മളൊരു സാധനവും കൊടുക്കുകയാണ് പൈസയും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത സാധനത്തിൻ്റെ വാല്യൂ എന്താണ് അതും നമ്മൾ കൊടുത്ത പൈസയുടെ വിലയും. ഇതാണ് രണ്ടാമത്തെ സിറ്റുവേഷനിൽ എടുക്കുന്നത്. ഇനി നെക്സ്റ്റ്, ഇഫ് ദ വാല്യൂ സപ്ലൈ ഇസ് നോട്ട് ഡിറ്റർമിനബിൾ ആസ് എബോ, ഇതുപോലെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബി ദ വാല്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഓഫ് ദ ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി. അപ്പം നമ്മൾ അതേപോലത്തെ വേറൊരു പ്രോഡക്റ്റ് നോക്കും, അതേപോലത്തെ ക്വാളിറ്റിയും അതേപോലത്തെ ടൈപ്പൊക്കെ വരുന്നത്, അപ്പോൾ അതിന് എത്രയാണ് വില അതായിരിക്കും ഇതിൻ്റെ വിലയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ കേസ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ വാഷിംഗ് മെഷീൻ്റെ വില നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ അതേപോലത്തെ അതേ ലിറ്ററിൻ്റെ അതേ ഓട്ടോമാറ്റിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എല്ലാ ക്വാളിറ്റീസും വരുന്ന വേറൊരു ബ്രാൻഡിന്റെ പ്രൈസ് നമുക്ക് അറിയാമെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ സപ്ലൈ ആയിട്ട് എടുക്കാം. മൂന്നാമത്തെ, ഇഫ് ദ വാല്യൂ സപ്ലൈ ഇസ് നോട്ട് ഡിറ്റർമിനബിൾ ആസ് അബവ്, ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സം ടോട്ടൽ ഓഫ് കൺസിഡറേഷൻ ഇൻ മണി, നമ്മൾ പൈസയിൽ കൊടുത്തതും എമൗണ്ട് ഇൻ മണി ആസ് ഈസ് ഇക്വാലന്റ് ടു ദ കൺസിഡറേഷൻ നോട്ട് ഇൻ മണി ആസ് പെർ റൂൾ 30 and 31. അപ്പം നമ്മൾ അതിന് പകരം കൊടുത്തിരിക്കുന്ന വേറെ സാധനം അതിൻ്റെ മണി വാല്യൂ അത് നമ്മൾ എന്ത് ചെയ്യും, റൂൾ 30 and 31 പ്രകാരം നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇപ്പോൾ റൂൾ 30 പറയുകയാണ് ഇവിടെ, if value supply of goods and service is not determined with the help of 27 to 29, 27 ആണ് നമ്മളിവിടെ പഠിച്ചത്, 28, 29 പഠിക്കാം. ഇത് പ്രകാരം ഒന്നും നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ then the value supply shall be 110% of cost of such supply. അപ്പം നമുക്ക് ആ സപ്ലൈയുടെ കോസ്റ്റ് എന്താണ് വരുന്നത് അതിൻ്റെ 110% ആയിട്ട് നമ്മൾ വാല്യൂ സപ്ലൈ കൺസിഡർ ചെയ്യും. ആൻഡ് റൂൾ നമ്പർ 31 പറഞ്ഞിരിക്കുന്നത്, ഇഫ് വാല്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ നോട്ട് ഡിറ്റർമിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 27 to 30 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ then value supply shall be determined using reasonable means consistent with the principles and general provisions. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് ജനറലി നമുക്കറിയാവുന്ന മണി വാല്യൂവും അതേപോലെ തന്നെ നമുക്ക് ഏകദേശം അറിയാമല്ലോ അങ്ങനെ ഒരു പ്രോഡക്റ്റിന് ഏകദേശം കോസ്റ്റ് എന്ത് വരും, എത്രയായിരിക്കും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂ, അങ്ങനെ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് നമ്മളങ്ങ് ഫിക്സ് ചെയ്യും. നെക്സ്റ്റ്, വാല്യൂ ഓഫ് supply of goods or service or both between distinct or related person other than through an agent. Related persons തമ്മിലുള്ളതാണ്, ഏജന്റ് ത്രൂ അല്ലാതെ ഡയറക്ട്ലി റിലേറ്റഡ് പേഴ്സൺസ് ത്രൂ വരുന്നതാണ്. റൂൾ നമ്പർ 28 പറയാണ്, the value of the supply of goods or service or both between distinct person or where the supplier and recipient are related other than where the supply is made through an agent shall be the open market value such supply. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്കുള്ളത് അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കാം. അല്ലെങ്കിൽ ഇഫ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇസ് നോട്ട് അവൈലബിൾ ബി ദ വാല്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി. അതേ ടൈപ്പുള്ള വേറെ പ്രോഡക്റ്റിൻ്റെ അതേ ക്വാളിറ്റി വരുന്ന വേറെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ നമുക്ക് എടുക്കാം, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. If the value supply is not determined as above, value supply will be determined as per rule number 30 and 31. അപ്പോൾ ഇത് പ്രകാരം ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് എന്ത് റൂൾ നമ്പർ 30 and 31 വരെ പ്രകാരം 30 and 31 നമ്മളിപ്പോൾ പഠിച്ചില്ലേ, അത് പ്രകാരം നമുക്ക് ഡിസൈഡ് ചെയ്യാം. സ്പെസിഫൈഡ് ദാറ്റ് where goods are intended for further supply as such by the recipient, the value shall
at the option of the supplier be the amount equivalent to 90% of price charged for the supply of goods of like kind and quality by the recipient to his customer not being related person. ഇപ്പോൾ നോർമലി റിലേറ്റഡ് പേഴ്സൺ അല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നതും അതേപോലെ തന്നെ ഈ റിലേറ്റഡ് പേഴ്സൺ അത് പിന്നെയും സപ്ലൈ ചെയ്യാനും ഉദ്ദേശിക്കുകയാണ്, കൺസംഷനും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 90% ഓഫ് വാല്യൂ ആയിട്ട് എടുക്കാം. നമ്മൾ കസ്റ്റമറിന് ചാർജ് ചെയ്യുന്നതിൽ 90% വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. Also, where the recipient is eligible for full input tax credit, the value declared in the invoice shall be deemed to be the open market value of goods and services. അതേപോലെ തന്നെ നമ്മൾ റെസിപ്പിയൻറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആയ പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ആ വാല്യൂ സപ്ലൈ ആയിട്ട് എടുക്കുന്നത് ആ ഇൻവോയ്സിൽ എത്രയാണോ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻവോയ്സ് ഉണ്ടാവുമല്ലോ എന്തായാലും, അപ്പോൾ ടാക്സ് ഇൻവോയ്സ് പ്രകാരം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ ട്രാൻസ്ഫർ ആകുമ്പോൾ ഒന്നാമത്തെ നമുക്ക് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കാം, രണ്ടാമത്തെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇല്ലെങ്കിൽ അതേപോലത്തെ വേറെ ഗുഡ്സിന്റെ വാല്യൂ എടുക്കാം. ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ റൂൾ നമ്പർ 30 31 പ്രകാരം നമുക്ക് എടുക്കാം. ഇനി ആ പ്രൈസ് സാധനം നമ്മൾ പിന്നെയും നമ്മൾ എന്ത് ചെയ്യാണ്, റീ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെയും വേറൊരാൾക്ക് സപ്ലൈ ചെയ്യാനാണ്, റിസീവ് ചെയ്ത ആള് പിന്നെയും നമ്മൾ സപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന്റെ 90% വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ മൂന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് മെയ്ഡ് ഓർ റിസീവ്ഡ് ത്രൂ എൻ ഏജന്റ് ത്രൂ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ്. രണ്ടാമത്തത് സപ്ലയറിന് ചെയ്യാം 90% ഓഫ് എമൗണ്ട് ചാർജ് ഫ്രം ദ കസ്റ്റമർ ബൈ ദ റെസിപ്പിയന്റ്. ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഏജന്റ് അയാളാണ് റെസിപ്പിയന്റ്, അയാൾ പിന്നെയും അത് സെയിൽ ചെയ്യുവാണെങ്കിൽ അയാളുടെ കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നതിന്റെ 90% വാല്യൂ ആയിട്ട് അതിന്റെ വാല്യൂ സപ്ലൈ നമുക്ക് എടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാത്തെങ്കിൽ മൂന്നാമത്തെ സിറ്റുവേഷൻ പറയുന്നത് റൂൾ നമ്പർ 30 and 31. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ റൂൾ നമ്പർ 30 and 31. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു പ്രിൻസിപ്പൾ അയാളുടെ ഏജന്റിന് കുറച്ച് സാധനങ്ങൾ സപ്ലൈ ചെയ്യുകയാണ്. ഇപ്പൊ സപ്ലൈയുടെ വാല്യൂ അറിയെങ്കിൽ നമുക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ, വാല്യൂ നമുക്കറിയില്ല. പക്ഷെ ആ ഏജന്റ് അത് വേറൊരാൾക്ക് സപ്ലൈ ചെയ്യുന്ന 100 റുപ്പീസിനാണ്, 100 per kg വെച്ചിട്ടാണ് നമ്മളത് സപ്ലൈ ചെയ്യുന്നത്. ആ ഏജന്റ് വേറൊരാൾക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇതേ പ്രോഡക്റ്റ് വേറൊരു സപ്ലയർ അയാൾ സെയിൽ ചെയ്യുന്ന വെച്ചാൽ അതേപോലത്തെ ഐറ്റത്തിന്റെ നമ്മൾ കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്ന നോക്കുമ്പോൾ വേറെ ആൾക്കാർ അത് 95-നാണ് സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സപ്ലയറിന്റെ ഓപ്ഷൻ ആണ്. സപ്ലയറിന് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 95 റുപ്പീസ് വേറെ അതേപോലത്തെ ഐറ്റം എന്ന് പറഞ്ഞില്ലേ, അതേപോലത്തെ ഐറ്റം ആയ 95 നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇയാൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന 100 റുപ്പീസിന്റെ 90% ആയ 90 റുപ്പീസ് എടുക്കാം. അപ്പൊ ഒന്നിക്ക് 95 എടുക്കാം, അല്ലെങ്കിൽ 90 റുപ്പീസ് ആയിട്ട് എടുക്കാം. ഇനി നാലാമത്തെ വരുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബേസ്ഡ് ഓൺ കോസ്റ്റ് പ്രകാരം വരുന്നതാണ്. റൂൾ നമ്പർ 30 ആണ്. റൂൾ നമ്പർ 30 നമ്മൾ ഓൾറെഡി ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. where the value supply of goods or service or both is not determined by any of the preceding rules. എന്ന് വെച്ചാൽ 29 വരെയുള്ള റൂൾ വെച്ച് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ the value shall be 110% of cost of production or manufacture. നമ്മളത് കോസ്റ്റ് വന്നിട്ടുണ്ടാവില്ലേ, അപ്പൊ കോസ്റ്റിന്റെ 110% ആയിട്ട് the value shall be 110%. കോസ്റ്റ് പ്രൊഡക്ഷൻ ആവാം, കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ആവാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആവാം. അപ്പൊ ഇത് നമ്മൾ ഏത് പ്രൈസിന് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ഏത് പ്രൈസിന് പ്രൊഡ്യൂസ് ചെയ്തു അതിന്റെ 110% ആണെന്ന് വെച്ചാൽ 10% ആണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് അസ്യൂം ചെയ്തിട്ട് അതിന്റെ 110% ആയിട്ട് നമുക്ക് എടുക്കാം. Next, residual method for determination of value supply of goods or service or both. Rule number 31 പറയാണ്, where the value supply of goods or service or both cannot be determined under rule number 1 to 4, the same shall be determined using reasonable means consistent with the principle and general provision of section 15 of these rules, provided that in case of supplier services the supplier may opt for this rule disregarding rule number 4. അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ റെസിജ്വൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റീസണബിളി നമുക്ക് അതിന് എത്ര ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മോഡ് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇത് ഓപ്ഷൻ ആണ്, ഇത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 110% വെച്ചിട്ട് ചെയ്യാം. അപ്പം ഇത് നമ്മൾ സപ്ലയറിന്റെ ഓപ്ഷൻ ആണ്. നമുക്ക് റെസിജ്വൽ മെത്തേഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 110%ന്റെ മെത്തേഡ് വെച്ച് ചെയ്യാം.
ഇനി സിക്സ്ത് വൺ ആണ് പറയുന്നത്. സിക്സ്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ സപ്ലൈസ്. ചില പ്രത്യേകതരം സപ്ലൈസിന്റെ കാര്യത്തിലുള്ള പറയുന്നത് റൂൾ നമ്പർ 32 ഇത് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഇൻ റിലേഷൻ ടു പെർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫോറിൻ കറൻസി ഇൻക്ലൂഡിങ് മണി ചേഞ്ചിങ്. അപ്പം മണി നമ്മൾ ചേഞ്ച് ചെയ്യില്ലേ ഒരു കറൻസിന്ന് വേറൊരു കറൻസിയിലേക്ക്, അത് അല്ലെങ്കിൽ പെർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫോറിൻ കറൻസി. ഇതിനാണ് നമ്മൾ ഈ ഡിറ്റർമിനേഷൻ 32 നമ്പർ 1 പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫോർ എ കറൻസി വെൻ എക്സ്ചേഞ്ച് ഫ്രം ഓർ ടു ഇന്ത്യൻ റുപ്പീസ്, ആദ്യം ഇന്ത്യൻ റുപ്പീസിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി പറയാം, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിന്ന് വേറെ റുപ്പിയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ദ വാല്യൂ ഷാൾ ബി ഈക്വൽ ടു ദ ഡിഫറൻസ് ഇൻ ദ ബൈയിങ് റേറ്റ് ഓർ ദ സെല്ലിംഗ് റേറ്റ്. നമ്മൾ ബൈയിങ് റേറ്റിലോ സെല്ലിംഗ് റേറ്റിലോ വരുന്ന ഡിഫറൻസ് എത്രയാണോ as the case may be, and the Reserve Bank of India reference rate for the currency at that time. Reserve Bank of India reference rate തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതെടുക്കാം multiplied by the total units of currency. അത് ഇൻറ്റു നമ്മൾ എത്ര യൂണിറ്റ്സ് ഓഫ് കറൻസി ആണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന, അല്ലെ സെയിൽ ചെയ്യുന്ന, അല്ല ബൈ ചെയ്യുന്നത്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെഫറൻസ് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്യോ സെല്ല് ചെയ്യുന്ന റേറ്റിന്റെ ഡിഫറൻസ്, അത് ഇൻറ്റു എത്ര യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ 100 യൂണിറ്റ്സ് ഓഫ് കറൻസിയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തെങ്കിൽ ഇൻറ്റു 100 ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് വെർ RBI റെഫറൻസ് റേറ്റ് ഫോർ ദ കറൻസി ഈസ് നോട്ട് അവൈലബിൾ, ഇതിൽ RBIയുടെ റേറ്റ് നമുക്ക് തന്നില്ലെങ്കിൽ ദ വാല്യൂ ഷാൾ ബി 1% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് ഇന്ത്യൻ റുപ്പീസ് പ്രൊവൈഡഡ് ഓർ റിസീവ്ഡ് ബൈ ദ പേഴ്സൺ ചേഞ്ചിങ് ദ മണി. അതിൽ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് ഇൻവോൾവ് ആണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഒന്നിക്ക് റിസീവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ ഗ്രോസ് എമൗണ്ടിന്റെ 1% ആയിട്ട് നമ്മൾ എടുക്കണം. നമ്മൾ എത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര റിസീവ് ചെയ്യുന്ന ഇന്ത്യൻ റുപ്പീസ്, അതിന്റെ 1%. ഇനി അതിൽ ഇന്ത്യൻ റുപ്പീസ് ഇൻവോൾവേ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് അല്ലാത്ത ഏതെങ്കിലും വേറെ 2 കറൻസിയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യോ സെയിൽ ചെയ്യോ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു കറൻസി എടുക്കുക, രണ്ടിന്റെയും ഇന്ത്യൻ റുപ്പീസിലെ വാല്യൂ നോക്കാം, എന്നിട്ട് അതിൽ ഏത് കറൻസിയാണോ ഇന്ത്യൻ റുപ്പീസിലേക്ക് ചെറിയ വാല്യൂ വരുന്നത് നോക്കാം. അതാണ് ലെസർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതെടുത്തിട്ട് അതിന്റെ 1% ആയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വാല്യൂ ഓഫ് കറൻസിയുടെ കാര്യം പറയുന്നത്. ഇനി നമുക്കിതിന്റെ ബാക്കിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതൊന്നും അല്ലാതെ നമ്മുടെ ആരാണോ ആ സപ്ലൈ ചെയ്യുന്ന പേഴ്സൺ, സപ്ലയറിന് ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ കേസിലും നമ്മൾ സപ്ലയറിന്റെ ഓപ്ഷൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെയും സപ്ലയറിന്റെ ഓപ്ഷൻ ഉണ്ട്, ക്ലോസ് ബി പ്രകാരമുള്ളത്. അത് നമ്മൾ ഒരു പ്രാവശ്യം പക്ഷെ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇയർ കംപ്ലീറ്റ് നമ്മൾ ആ ഓപ്ഷൻ തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷനിൽ പറയുന്നത് നമുക്ക് പല സിറ്റുവേഷൻസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ 1% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച് ഫോർ ദ എമൗണ്ട് അപ് ടു 1 lakh സബ്ജക്ട് ടു മിനിമം എമൗണ്ട് ഓഫ് 250. 1% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച്ഡ്. ഒന്നാമത്തെ നമുക്ക് കറൻസി എത്രയാണോ എക്സ്ചേഞ്ച് ചെയ്തത് അതിന്റെ 1% എടുക്കാം. അപ് ടു 1 lakh, 1 lakh വരെയാണ് അതിന്റെ മാക്സിമം. മിനിമം റേറ്റ് 250. അതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ 1000 ആൻഡ് 0.5% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച് ഫോർ ദ എമൗണ്ട് എക്സീഡിങ് 1 lakh ആൻഡ് അപ് ടു 10 lakh. അപ്പം 1 lakh വരെ നമ്മൾ പറഞ്ഞു. 1 lakh മുതൽ 10 lakh വരുന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ 0.5% ഓഫ് ഗ്രോസ് എമൗണ്ട് പ്ലസ് ഒരു 1000 ഇതാണ് നമ്മൾ രണ്ടാമത്തെ സിറ്റുവേഷനിൽ വരുന്നത്. മൂന്നാമത്തെ 1500 ആൻഡ് 0.1% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച് ഫോർ ദ എമൗണ്ട് എക്സീഡിങ് 10 lakh. 10 lakhലും കൂടുതലാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തതെങ്കിൽ അതിന്റെ 0.1% പ്ലസ് 1500 രൂപ സബ്ജക്ട് ടു മാക്സിമം എമൗണ്ട് ഓഫ് 60,000. അപ്പൊ ഇതിൽ നമ്മൾ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 60,000 ആണ്. അപ്പൊ നമ്മൾ എത്രയാണോ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഈ റേറ്റ് വരുന്നത്. അപ്പൊ ഈ റേറ്റ് നമ്മൾ ഒരു തവണ നമ്മൾ ഈ റേറ്റിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റേറ്റിലാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം നടത്തിയിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഈ വാല്യൂ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വാല്യൂ സപ്ലൈ ഓഫ് സർവീസ് ബൈ എൻ എയർ ട്രാവൽ ഏജന്റ്. എയർ ട്രാവൽ ഏജന്റിന്റെ വാല്യൂ സപ്ലൈ വരുവാണെങ്കിൽ ഇൻ റിലേഷൻ ടു ബുക്കിംഗ് ഓഫ് ടിക്കറ്റ് ഫോർ ട്രാവൽ ബൈ എയർ പ്രൊവൈഡഡ് ബൈ എൻ എയർ ട്രാവൽ ഏജന്റ് ഷാൾ ബി ഡീംഡ് ടു ബി ദ എമൗണ്ട് കാൽക്കുലേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 5% ഓഫ് ബേസിക് ഫെയർ. ബേസിക് ഫെയറിന്റെ 5% എടുക്കാം. ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് ബുക്കിംഗ്, ഡൊമസ്റ്റിക് ബുക്കിംഗിലാണെങ്കിൽ ബേസിക് റേറ്റിന്റെ 5%. ആൻഡ് ഇൻ
and the rate of 10% on the basic fare in the case of international booking. International booking ആണെങ്കിൽ ആ റേറ്റിന്റെ 10% ആയിട്ട് എടുക്കണം. അപ്പോൾ രണ്ട് കേസ് അവിടെ വരുന്ന ബുക്കിംഗ് ഡൊമസ്റ്റിക് ബുക്കിംഗ് ആണെങ്കിൽ 5% ഓഫ് ബേസിക് ഫെയറും ഇന്റർനാഷണൽ ബുക്കിംഗ് ആണ് 10% ഓഫ് ബേസിക് ഫെയറും. ഇനി നെക്സ്റ്റ് വാല്യൂ സപ്ലൈ ഓഫ് സർവീസ് ഇൻ റിലേഷൻ ടു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. ലൈഫ് ഇൻഷുറൻസ് ടൈപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ ആണ് നമ്മൾ വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ, ദ ഗ്രോസ് പ്രീമിയം ചാർജ് ഫ്രം എ പോളിസി ഹോൾഡർ റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് അലോക്കേറ്റഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഓർ സേവിങ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ പോളിസി ഹോൾഡർ ഇഫ് സച്ച് എമൗണ്ട് ഈസ് ഇന്റിമേറ്റഡ് to the policy holder at the time of supply of services. ഇപ്പോൾ ഒരു ഗ്രോസ് പ്രീമിയം നമ്മൾ പേ ചെയ്യുന്നുണ്ട്. ആ പ്രീമിയം പേ ചെയ്തതിൽ നിന്ന് അതിൽ എന്തെങ്കിലും എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയോ സേവിങ്സിലേക്കോ നമ്മൾ പോളിസി ഹോൾഡറിന് വേണ്ടി നമ്മളത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ഒരു അലോക്കേഷൻ്റെ കാര്യം നമ്മൾ ആ ടൈം ഓഫ് സപ്ലൈയുടെ കാര്യം ടൈമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ സാധാരണ അടക്കുന്ന പ്രീമിയം എമൗണ്ട്, ആ പ്രീമിയം എമൗണ്ട് മൈനസ് അതിൻ്റെ അകത്ത് ഒരു പാർട്ട് ചിലപ്പം പോളിസിയിലല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ടിലേക്ക് പോകുന്നുണ്ടാവാം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ടിലേക്കോ സേവിങ്സ് പാർട്ടിലേക്കോ പോവുകയാണെങ്കിൽ അത് കഴിച്ചിട്ടുള്ള ബാക്കി ഇൻഷുറൻസ് എമൗണ്ട്. രണ്ടാമത്തെ, ഇൻ കേസ് ഓഫ് സിംഗിൾ പ്രീമിയം ആന്വിറ്റി പോളിസീസ് അതർ ദാൻ എയിൽ പറഞ്ഞതല്ലാത്ത വേറെയുള്ള സിംഗിൾ പ്രീമിയം ആന്വിറ്റി പോളിസീസ് ആണെങ്കിൽ 10% ഓഫ് സിംഗിൾ പ്രീമിയം ചാർജ് ഫ്രം ദ പോളിസി ഹോൾഡർ. പോളിസി ഹോൾഡറിൻ്റെ അടുത്ത് ചാർജ് ചെയ്തിരിക്കുന്നതിൻ്റെ 10% നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ സപ്ലൈ ആയിട്ട് എടുക്കാം. മൂന്നാമത്തെ, ഇൻ ഓൾ അതർ കേസസ്, ഇതല്ലാത്ത എല്ലാ സിറ്റുവേഷൻസിലും 25% ഓഫ് പ്രീമിയം ചാർജ് ഫ്രം ദ പോളിസി ഹോൾഡർ ഇൻ ദ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ എത്രയാണോ നമ്മൾ പ്രീമിയം പേ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ 25% ആൻഡ് 12.5% ഓഫ് പ്രീമിയം ചാർജ് ഫ്രം ദ പോളിസി ഹോൾഡർ ഇൻ സബ്സിക്വൻറ്റ് ഇയേഴ്സ്. മറ്റുള്ള വർഷങ്ങളിലൊക്കെ ഓരോ വർഷത്തെയും പ്രീമിയത്തിൻ്റെ 12.5% ആ രീതിയിലുമാണ് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട്. Provided that nothing contained in this sub rule shall apply when the entire premium paid by the policy holder is only towards the life cover in the life insurance. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ ലൈഫ് കവറിൽ മാത്രം വരുവാണെങ്കിൽ ഈ സബ് ക്ലോസിലുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ലിക്കബിൾ ആവില്ല. ആക്ച്വലി നമ്മൾ പേ ചെയ്ത എമൗണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് വാല്യൂ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ്, ടാക്സബിൾ സപ്ലൈ is provided by a person dealing in buying and selling of second hand goods. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ അവിടെ നമുക്ക് വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. യൂസ്ഡ് ഗുഡ്സ് ഓർ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആസ് സച്ച് ഓർ ആഫ്റ്റർ സച്ച് മൈനർ പ്രോസസ്സിംഗ് വിച്ച് ഡസ് നോട്ട് change the nature of the goods and where no input tax credit has been availed on purchase of such goods, the value supply shall be the difference between the selling price and the purchase price. ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ആ ഗുഡ്സ് ആസ് സച്ച് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിലും യൂസ്ഡ് ഗുഡ്സ് ആസ് സച്ച് സെയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഫ്റ്റർ സച്ച് മൈനർ പ്രോസസ്സിങ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും നമ്മൾ പ്രോസസ്സിങ് ചെയ്തിട്ട് എന്തെങ്കിലും ഓൾട്ടറേഷനോ റിപ്പയറിങ്ങോ എന്തെങ്കിലും ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ദ നേച്ചർ ഓഫ് ദ ഗുഡ്സ്. ആ ഗുഡ്സിൻ്റെ നേച്ചർ മാറാൻ പാടില്ല, വെച്ചാൽ പുതിയൊരു പ്രോഡക്റ്റ് ആയി പോകാൻ പാടില്ല നമ്മൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം. ഇപ്പോൾ പേപ്പറൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്തിട്ട് വേറെ സാധനം ആക്കുവാണ്, പ്ലാസ്റ്റിക് ഒക്കെ റീസൈക്കിൾ ചെയ്തിട്ട് വേറെ സാധനം ആക്കുവാണെങ്കിൽ അതിന് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. അതല്ലാതെ ആ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സെയിൽ ചെയ്യുകയാണ്, ചിലപ്പോൾ എന്തെങ്കിലും റിപ്പയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് ഓക്കെ, അതല്ലാത്ത പ്രോസസ്സിങ് പാടില്ല. ആൻഡ് വേർ നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാവ് ബീൻ അവൈൽ ഓൺ പർച്ചേസ് ഓഫ് സച്ച് ഗുഡ്സ്. അതേപോലെ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒന്നും അവൈൽ ചെയ്തിട്ടില്ലെങ്കിൽ the value supply shall be the difference between selling price and purchase price. നമ്മൾ എത്ര പൈസക്കാണോ അത് വാങ്ങിച്ചത് ഇപ്പം എത്ര പൈസക്കാണോ വെക്കുന്നത് അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് എടുക്കണം നമ്മൾ അതിൻ്റെ വാല്യൂ സപ്ലൈ. ആൻഡ് വേർ ദ വാല്യൂ സച്ച് സപ്ലൈ ഇസ് നെഗറ്റീവ് ഇറ്റ് ഷാൾ ബി ഇഗ്നോർഡ്. നെഗറ്റീവായി വരാം അല്ലെ, ചില സമയത്ത് നമ്മൾ വാങ്ങിച്ചതിനും കാട്ടിയും കുറഞ്ഞ പൈസയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡിഫറൻസ് നെഗറ്റീവായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യാം, അത് വാല്യൂ സപ്ലൈ ആയിട്ട് എടുക്കണ്ട. അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എത്ര പൈസക്കാണോ വെക്കുന്നത് എത്ര പൈസക്കാണോ നമ്മൾ പർച്ചേസ് ചെയ്തത് അതിൻ്റെ ഡിഫറൻസ് എടുക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, മിസ്റ്റർ അനിൽ എ സെക്കൻഡ് ഹാൻഡ് കാർ ഡീലർ പർച്ചേസ്ഡ് എ സെക്കൻഡ് ഹാൻഡ് കാർ ഫോർ 2 lakh.
അപ്പോൾ അയാൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കുവാണ് 2 lakhന്. ഈ സോൾഡ് ടു മിസ്റ്റർ ബിനിൽ ഫോർ 2,50,000. 2,50,000 ആണ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത്. ഈ ദ വാല്യൂ സപ്ലൈ വിൽ ബി ദി ഡിഫറൻസ് ബിറ്റ്വീൻ പർച്ചേസ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. അതായത് 50,000 അല്ലേ, അതായിരിക്കും നമ്മുടെ വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത്. In this case, Mr. Anil shall not issue tax invoice and Mr. Binil will not be eligible for ITC. ഇപ്പോൾ ഇവിടെ നമ്മൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യില്ല. അതുപോലെ തന്നെ മിസ്റ്റർ ബിനിൽ എന്ന് പറയുന്ന ആൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും കിട്ടില്ല. നെക്സ്റ്റ് 5th വൺ പറയുന്നത്, ഇതൊക്കെ നമ്മൾ ആ സർട്ടൺ ഐറ്റംസ് എന്ന് പറഞ്ഞതിൽ വരുന്ന 5th ആണ്. നമ്മൾ മെയിനിലുള്ള 6th വരുന്ന 5th ഐറ്റം, ദ വാല്യൂ ഓഫ് എ ടോക്കൺ ഓർ എ വൗച്ചർ ഓർ എ കൂപ്പൺ ഓർ എ സ്റ്റാമ്പ് അതർ ദാൻ പോസ്റ്റേജ് സ്റ്റാമ്പ്. പോസ്റ്റേജ് സ്റ്റാമ്പ് അല്ലാത്ത രീതിയിലുള്ള സ്റ്റാമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂപ്പണ്, ഒരു വൗച്ചർ, ഇതൊക്കെ വരുന്ന സിറ്റുവേഷനിൽ വാല്യൂ ഈസ് റെഡീമബിൾ അഗെയിൻസ്റ്റ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഷാൾ ബി ഈക്വൽ ടു ദ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് റെഡീമബിൾ അഗെയിൻസ്റ്റ് സച്ച് ടോക്കൺ, വൗച്ചർ, കൂപ്പൺ ഓർ സ്റ്റാമ്പ്. ഇപ്പൊ നമുക്കൊരു കൂപ്പൺ തരുവാണ്, ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനം വാങ്ങിക്കാം. അങ്ങനത്തെ കൂപ്പൺസ് ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു കൂപ്പൺ നമുക്ക് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൗച്ചർ കിട്ടുവാണെങ്കിൽ, നമ്മൾ അത് കൊടുത്ത് എന്ത് സാധനമാണോ വാങ്ങിക്കുന്നത് അതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ അതിന്റെ വാല്യൂ സപ്ലൈ എടുക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്ന വാല്യൂ സപ്ലൈ ഓഫ് സർവീസ് ഇൻ കേസ് ഓഫ് പ്യുവർ ഏജന്റ്. പ്യുവർ ഏജന്റിന്റെ കേസാണ് പറയുന്നത്. ദ എക്സ്പെൻഡിച്ചർ ഓർ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ സപ്ലയർ as a pure agent of the recipient of supply shall be excluded from the value supply if all the following conditions are satisfied. ഇപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്ന എക്സ്പെൻഡിച്ചർ ഓർ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ സപ്ലയർ ഇൻകർ ചെയ്യാണ് ആസ് എ പ്യുവർ ഏജന്റ്. ഈ സപ്ലയർ ഒരു പ്യുവർ ഏജന്റ് ആണ് ഓഫ് ദ റെസിപ്പിയന്റ് ഓഫ് സപ്ലൈ ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫ്രം വാല്യൂ സപ്ലൈ. അത് വാല്യൂ സപ്ലൈയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിൽ, ഒന്നാമത്തെ, ദ സപ്ലയർ ആക്ട്സ് ആസ് എ പ്യുവർ ഏജന്റ് ഓഫ് ദ റെസിപ്പിയന്റ് ഓഫ് ദ സപ്ലൈ. അപ്പൊ ആ സപ്ലയർ ആക്ട് ചെയ്യുന്നത് ഒരു പ്യുവർ ഏജന്റ് ആയിട്ടാണ്. അപ്പൊ പ്യുവർ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയറിന് ഓൺ ബിഹാഫ് ഓഫ് സപ്ലയർ അയാളുടെ എക്സ്പെൻഡിച്ചർ പോലെ ഇൻകർ ചെയ്യുന്ന രീതിയിലുള്ള സപ്ലയർ ഏജന്റിനാണ് നമ്മൾ പ്യുവർ ഏജന്റ് എന്ന് പറയുന്നത്. വെൻ ഹി മേക്സ് പേയ്മെന്റ് ടു ദ തേർഡ് പാർട്ടി ഓൺ ഓതറൈസേഷൻ ബൈ സച്ച് റെസിപ്പിയന്റ്. ഇപ്പൊ നമ്മൾ തേർഡ് പാർട്ടിക്ക് ഒരു പേയ്മെന്റ് നടത്തുവാണ് റെസിപ്പിയന്റിന് വേണ്ടിയിട്ടെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ സപ്ലയർ എന്ന് പറയുന്ന ആള് അയാൾക്ക് വേണ്ടിയല്ല, അയാൾ തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അത് പ്യുവർ ഏജന്റിന്റെ കേസിൽ അത് വാല്യൂ സപ്ലൈ നില്ലായിട്ട് എടുക്കണം. ദ പേയ്മെന്റ് മെയ്ഡ് ബൈ ദ പ്യുവർ ഏജന്റ് ഓൺ ബിഹാഫ് ഓഫ് റെസിപ്പിയന്റ് ഓഫ് സപ്ലൈ ഹാസ് ബീൻ സെപ്പറേറ്റ്ലി ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ദ പ്യുവർ ഏജന്റ് ടു ദ റെസിപ്പിയന്റ് ഓഫ് സർവീസ്. അതേപോലെ തന്നെ ഈ പേയ്മെന്റ് നമ്മൾ സെപ്പറേറ്റ്ലി അത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എന്ന് വെച്ചാൽ പ്യുവർ ഏജന്റ് ഓൺ ബിഹാഫ് ഓഫ് സപ്ലയർ ആണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ദ supplies procured by the pure agent from the third party as pure agent of the recipient of supply are in addition to the service he supplies on his own account. അപ്പോൾ അയാൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ കൂടാതെ വരുന്ന ഇൻ ഹിസ് ഓൺ അക്കൗണ്ട് ചെയ്യുന്നതല്ലാതെ, ചിലർ ഏജന്റ് എന്നുള്ള രീതി ഇൻഡിപെൻഡന്റ് ഏജന്റ് എന്നുള്ള ചെയ്യുന്നതല്ലാതെ ഉള്ള സപ്ലൈസ് പ്രത്യേകമായിട്ട് പ്യുവർ ഏജന്റ് എന്നുള്ള ആ ഒരു കപ്പാസിറ്റിയിൽ ചെയ്തതുമായിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ പ്യുവർ ഏജന്റ് കേസിൽ നമുക്ക് വാല്യൂ സപ്ലൈ നില്ലായിട്ട് പറയാം. ഇപ്പം 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 3 കണ്ടീഷൻസ് വരുവാണെങ്കിൽ നമുക്ക് പ്യുവർ ഏജന്റിന്റെ കേസിൽ പറയാം അയാളുടെ വാല്യൂ സപ്ലൈ നില്ലാണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് വരുന്നത് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് സപ്ലൈ അതർ ദാൻ ഇന്ത്യൻ റുപ്പീസ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ. അപ്പം നമ്മൾ ഇന്ത്യൻ റുപ്പീസിലല്ലാതെ നമ്മൾ സപ്ലൈ നടത്തുവാണെങ്കിൽ, എന്നുവെച്ചാൽ ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുവാണ്, അതിൻ്റെ വാല്യൂ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് നമ്മൾ അതിൻ്റെ വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കണം അല്ലേ. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്നത് ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഷാൾ ബി ആപ്ലിക്കബിൾ reference rate for the currency as determined by Reserve Bank of India. അപ്പോൾ Reserve Bank of India അതിൻ്റെ റെഫറൻസ് റേറ്റ് പറയും. അപ്പോൾ ആ ഡേറ്റിൽ Reserve Bank of India on the date of time of supply in respect of such supply. അപ്പോൾ സപ്ലൈയുടെ ആ ഡേറ്റിന് ആ സമയത്ത് നമ്മൾ Reserve Bank of India പറഞ്ഞിരിക്കുന്ന റെഫറൻസ് റേറ്റ് എത്രയാണോ ആ റേറ്റിലാണ് നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഇന്ത്യൻ റുപ്പീസിലേക്ക് വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വാല്യൂ സപ്ലൈ ഇൻക്ലൂസീവ് ഫോർ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ്, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ്. ഇപ്പോൾ ചില സമയത്ത് വാല്യൂ സപ്ലൈൻ്റെ അകത്ത് നമ്മൾ ടാക്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും.
നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആവാം, സെൻട്രൽ ടാക്സ് ആവാം, സ്റ്റേറ്റ് ടാക്സ് ആവാം, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ടാക്സ് ആവാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, where the value supply is inclusive of integrated tax or as the case may be central tax, state tax, union tax, the tax amount shall be determined in the following manner. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ടാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ടാക്സ് എമൗണ്ട് ആദ്യം കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഒന്ന് ടാക്സ് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ടാക്സ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വാല്യൂ ഇൻക്ലൂസീവ് ഓഫ് ടാക്സസ്, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എത്രയാണ്, നമുക്ക് ആ ഗുഡ്സിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാല്യൂ എടുക്കുക, ഇൻറ്റു tax rate in percentage of IGST or as the case may be CGST, SGST or UTGST. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ടാക്സ് റേറ്റ് എത്രയാണോ അതെടുക്കാം. ഇപ്പോൾ 8% ആണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു 5,000 ആണ്. 5,000 ഇൻറ്റു 8 എടുക്കുക, അതാണ് ഇത്ര നേരം പറഞ്ഞത്, ഡിവൈഡഡ് ബൈ 100 പ്ലസ് സം ഓഫ് ടാക്സ് റേറ്റ് ആസ് ആപ്ലിക്കബിൾ ഇൻ പെർസെൻറ്റേജ്, ഡിവൈഡഡ് ബൈ 100 പ്ലസ് നമ്മൾ 8% പറഞ്ഞിട്ട് 100 പ്ലസ് 8. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എത്ര, നമ്മൾ സാധാരണ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ചെയ്യുന്നില്ലേ, നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അത് 100 അതിൻ്റെ ഒരു 10% ഇൻക്ലൂഡ് ചെയ്ത വാല്യൂ ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 110% ഇട്ടിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് 10% കണ്ടുപിടിക്കില്ലേ. അതേപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്നത്, വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എടുക്കുക, ഇൻറ്റു നമ്മളെ റേറ്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, മിസ്റ്റർ അനിൽ സെൽസ് ഹിസ് പ്രോഡക്റ്റ് ഫോർ 525. അപ്പോൾ അതിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 525 ആണ്, അതിൽ GST ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ അകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് CGST ആൻഡ് SGST വിൽ ബി 2.5%. അപ്പോൾ SGST CGSTൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്, 2.5% ഈച്ച് ആണ് വരുന്നത് അല്ലേ. In this case, the tax amount is calculated as നമ്മളിപ്പോൾ പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 525 എടുക്കും, ഇൻറ്റു ടാക്സ് റേറ്റ് എത്ര ഇവിടാം, 2.5 രണ്ട് തവണ അല്ലേ, അപ്പോൾ 5%. അപ്പോൾ 525 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 105. അപ്പോൾ നമുക്ക് ടാക്സ് എമൗണ്ട് കിട്ടി 25. ഇനി നമ്മുടെ വാല്യൂ സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ആയ 525ന്ന് ഈ 25 മൈനസ് ചെയ്താൽ മതി. നമ്മുടെ വാല്യൂ സപ്ലൈ നമുക്ക് 500 ആയിട്ട് കിട്ടും. ഇപ്പോൾ ടാക്സ് എമൗണ്ട് നമുക്ക് 25 കിട്ടി, നമ്മുടെ ഈ ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 525. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ സപ്ലൈ കിട്ടി. നമ്മൾ പ്രോഡക്റ്റ് സർവീസ് ക്യാഷിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമൽ വാല്യുവേഷൻ റൂൾസ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് നമ്മൾ കൺസിഡറേഷൻ പേ ചെയ്തത്, ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ കൺസിഡറേഷൻ പേ ചെയ്തത് എത്രയാണോ മൈനസ് അതിൻ്റെ മേലെയുള്ള GST എത്രയാണോ എന്ന്. ഇനി സ്പെഷ്യൽ വാല്യുവേഷൻ റൂൾസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, വേർ സം ഓഫ് ഓർ ഓൾ ദ പേയ്മെൻറ്റ്സ് ആർ in trade instead of cash. ക്യാഷ് അല്ലാത്ത പേയ്മെൻറ്റ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് സ്പെഷ്യൽ വാല്യുവേഷൻ റൂൾ ഉണ്ട്, അതെന്താ നോക്കാം. അപ്പോൾ സ്പെഷ്യൽ വാല്യുവേഷൻ റൂൾ വരുന്ന രണ്ട് സിറ്റുവേഷൻ ആണ്, നമ്മൾ ക്യാഷ് അല്ലാത്തത് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒന്നിക്കൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി നോൺ ക്യാഷ് പേയ്മെൻറ്റ്, ക്യാഷ് കൊടുക്കുന്നേ ഇല്ല, ക്യാഷ് ട്രാൻസാക്ഷനേ ഇല്ല, നമ്മൾ എക്സ്ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് നോക്കും. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ അത്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ അതിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നോർമലി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, കൺസിഡറേഷൻ മൈനസ് GST ഓൺ കൺസിഡറേഷൻ ആണ്. അപ്പോൾ കൺസിഡറേഷൻ നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ മൈനസ് GST ഓൺ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ വേണം ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ വാല്യൂ സപ്ലൈ ഈക്വൽ ടു ഓപ്പൺ മാർക്കറ്റ് വാല്യൂ മൈനസ് GST ഓൺ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. ഇനി പാർഷ്യലി നോൺ ക്യാഷ് പേയ്മെന്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ പാർഷ്യലി നോൺ ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പേയ്മെന്റ് എത്രയാണ് നടത്തിയാൽ നമുക്കറിയാം, അതിൻ്റെ കൂടെ ഈ ബാക്കി വരുന്ന സപ്ലൈയുടെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുക്കാം. അപ്പോൾ നമ്മൾ എന്താണോ ട്രേഡ് ചെയ്തിരിക്കുന്നത് അതിന് പകരം ബാക്കിയുള്ള കൺസിഡറേഷൻ എന്താണോ അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കാം. അപ്പോൾ നമുക്ക് വാല്യൂ സപ്ലൈ എങ്ങനെ വരും, നമ്മൾ നോർമലി പേ ചെയ്തിരിക്കുന്ന മണി വാല്യൂയിലുള്ള കൺസിഡറേഷൻ, മോണിറ്ററി കൺസിഡറേഷൻ പ്ലസ് കൈൻഡുള്ള കൺസിഡറേഷൻ മൈനസ് GST ഓൺ ടോട്ടൽ കൺസിഡറേഷൻ. അപ്പോൾ എല്ലാ കേസിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന വാല്യൂ മൈനസ് അതിൻ്റെ മേലെയുള്ള GST ആണ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ നമുക്ക് വാല്യൂ അറിയാം, അപ്പോൾ അതിന് വാല്യൂവിനെ കൺസിഡറേഷൻ എന്ന് പറയും, കൺസിഡറേഷൻ മൈനസ് GST ഓൺ കൺസിഡറേഷൻ എടുക്കാം. ഇനി ഫുള്ളി നോൺ ക്യാഷ് ആണെങ്കിൽ നമ്മൾ എന്ത് എടുക്കേണ്ടത്, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ മൈനസ് GST ഓൺ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കാം. നമുക്ക് പാർഷ്യലി ആണെങ്കിൽ നമുക്ക് പേയ്മെന്റ് എത്രയാണെന്ന് അറിയിക്കാം. അപ്പോൾ കൺസിഡറേഷൻ പ്ലസ് ഇൻ കൈൻഡ് കൺസിഡറേഷൻ, എത്രയാണ് നമ്മൾ കൈൻഡിൽ കൺസിഡറേഷൻ പേ ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിട്ടാണ് നമ്മൾ എടുക്കാം.
മൈനസ് ജി എസ് ടി ഓൺ ടോട്ടൽ കൺസിഡറേഷൻ. ഈ ടോട്ടൽ എത്രയാണ് നമ്മൾ കൺസിഡറേഷൻ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ മേലെയുള്ള ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വാല്യൂ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സെസ് അതേപോലെ തന്നെ സബ്സിഡി പെനാൽറ്റി ഇതൊക്കെ വരും. ഇപ്പോൾ ജി എസ് ടി ഉണ്ടെങ്കിൽ നമ്മളത് ജി എസ് ടിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ജി എസ് ടി മാത്രം നമുക്ക് ഓൾ എക്സെപ്റ്റ് ജി എസ് ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജി എസ് ടി ഒഴികെ ബാക്കി എന്തൊക്കെ അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വാല്യൂ സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആവുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വാല്യൂ സപ്ലൈ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ ജി എസ് ടി ആണ്. അപ്പോൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കേസിലാണെങ്കിൽ അത് ഗുഡ്സിൻ്റെ കേസിൽ നോക്കാം. ദ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഇസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ റൂൾസ് പ്രൊവൈഡഡ് ഇൻ കസ്റ്റംസ് ആക്ട്. അപ്പോൾ കസ്റ്റംസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ദ വാല്യൂ സപ്ലൈ ഇസ് ദ കസ്റ്റംസ് വാല്യൂ ഓഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ് പ്ലസ് ദ ഇമ്പോർട്ട് ഡ്യൂട്ടി പെയ്ഡ്. അപ്പം നമ്മൾ കസ്റ്റംസ് വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വാല്യൂ സപ്ലൈ ഈക്വൽ ടു കസ്റ്റം വാല്യൂ പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇനി നമുക്ക് വാല്യൂ സപ്ലൈ ടാക്സബിൾ സപ്ലൈ ഓഫ് ഇമ്പോർട്ടഡ് സർവീസ് ഇസ് ദ ടോട്ടൽ കൺസിഡറേഷൻ ടൈംസ് ദ ടാക്സബിൾ പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ വാല്യൂ സപ്ലൈ ഓഫ് സർവീസ് ആണെന്ന് വിചാരിച്ചോ, ഇമ്പോർട്ട് ചെയ്ത സർവീസിൻ്റെ കേസിലാണെങ്കിൽ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നതൊക്കെ ഈക്വൽ ടു ടോട്ടൽ കൺസിഡറേഷൻ ഇൻറ്റു ടാക്സബിൾ പെർസെൻറ്റേജ്. അതായിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടിൻ്റെ കേസിൽ വരുന്ന ഗുഡ്സിൻ്റെ വേറെ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ സർവീസസിൻ്റെ വേറെ പറഞ്ഞു. ഇതാണ് അതിൻ്റെ വാല്യൂ സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വാല്യൂ സപ്ലൈ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ വാല്യൂ സപ്ലൈ എന്താണെന്ന് പഠിച്ചു, അതിൽ എന്തൊക്കെയാണ് വാല്യൂ സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ വാല്യൂ സപ്ലൈ ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണി ട്രാൻസാക്ഷൻ അല്ലാത്ത സിറ്റുവേഷൻസിൽ എങ്ങനെ ചെയ്യാം, ഏജൻറ്റ് ത്രൂ വരുന്ന ട്രാൻസാക്ഷൻസിൽ വാല്യൂ സപ്ലൈ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്ന് വെച്ചാൽ വാല്യൂ സപ്ലൈയുടെ മേലെയാണല്ലോ നമ്മൾ ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വാല്യൂ സപ്ലൈ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ വാല്യൂ സപ്ലൈ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമുക്ക് ഈ മൊഡ്യൂൾ കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് തേർഡ് മൊഡ്യൂളാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.